കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തില് പ്രഭാത വന്ദനം അറിയിക്കുന്നു. അനവധി നിരവധിയായിരിക്കുന്ന പ്രസംഗത്തിൽ നടന്ന വഴി ഒരു ചെറിയ മെസ്സേജ്, പ്രിയപ്പെട്ട നിങ്ങളുടെ തിടുക്കമുള്ള ജീവിതത്തിൽ സമയമില്ലാത്ത ഈ ഓട്ടത്തിന്റെ നടുവില് നിങ്ങളുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വിലയേറിയത് നിങ്ങളുടെ ആത്മാവാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ബോധ്യം വരുത്തണം. എന്നാൽ നോക്ക് പ്രിയപ്പെട്ട, പൊതുവെ നമ്മൾ അങ്ങനെയല്ല ജീവിക്കുന്നത്. പൊതുവെ നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിലെ വസ്തുവകൾക്ക് വേണ്ടിയിട്ടാണ്. കണ്ണുകൊണ്ട് കാണുന്നതിന് വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയാണ്. പക്ഷെ ഒരുത്തന്നെ ഹൃദയത്തെ സമാധാനം കണ്ടെത്തുവാനും കഴിയുന്നില്ല. പലരും ആത്മീയ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അത് വേണ്ടവണ്ണം അന്വേഷിക്കാത്തത് കൊണ്ട് അതിനെയും കണ്ടെത്തുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഭൂമിയിലെ വസ്തുവകകളും സമ്പത്തും ധനമഹാത്മ്യങ്ങളും പ്രിയപ്പെട്ട അധികാരികളും എല്ലാം വിട്ടുകളഞ്ഞ് മരണത്തിന്റെ അടുക്കലേക്ക് അടുക്കും തോറും നമ്മൾ നിരാശാമുഖമായിട്ട് കടന്നു പോവുകയാണ്. എന്നാൽ നോക്ക്, പിന്നെ നിങ്ങളുടെ ആത്മാവാണ് ഏറ്റവും വിലയേറിയതെന്നും ആത്മാവിന് വേണ്ടി നിങ്ങൾ കരുതണമെന്നുമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. നമ്മുടെ ആത്മാവിന് വേണ്ടി നമ്മൾ കരുതിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തു ധനവാനോട് പറഞ്ഞു, നീ അനേക വസ്തുക്കളെ കണ്ടുകൊണ്ട് തിന്നുക കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് അവൻ അനേക വർഷങ്ങളിലേക്ക് അനേക കാലങ്ങളിലേക്കുള്ളതെല്ലാം ഞാൻ സ്വരൂപിച്ചിരിക്കുന്നു, ഇനി തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറഞ്ഞ് അവൻ സമാധാനത്തോടെ ഇരിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നു, മൂട, ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ ഇതൊക്കെ ആർക്കായിരിക്കും? അപ്പോൾ നോക്ക്, പിന്നെ ദൈവിക വിഷയമായിട്ട് സമ്പന്നനാകാതെ ഈ ഭൗതിക വിഷയങ്ങളിലാണ് നിങ്ങൾ സമ്പത്ത് വെക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനാണ് നിങ്ങളുടെ ഹൃദയത്തിലെ ഊതൽ കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ എത്രമാത്രം മൂഢജാതിയാണെന്നാണ് ദൈവം പറയുന്നത്. ഞാനല്ല പറയുന്നത്, കർത്താവിന്റെ ആ വാക്കാണ്. ഒരു മനുഷ്യൻ അവന്റെ ആത്മീയ ജീവിതത്തിന് വേണ്ടി വില കൊടുക്കുന്നില്ല എങ്കിൽ, അതിനുവേണ്ടി അവൻ അന്വേഷിക്കാതെ ഈ ലോകത്തിലെ വ്യർത്ഥവും ഈ ലോകത്തിലെ നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കുന്ന കണ്ണിന് ഇമ്പകരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നിങ്ങൾ അവസാനം ഈ നിത്യമായിരിക്കുന്ന ദൈവികമായിരിക്കുന്ന സമാധാനത്തിലേക്ക് പ്രവേശിക്കാതെ മരിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ കഠിനമായിരിക്കുന്ന നരകവിധി നമ്മളെ കാത്തിരിക്കുകയാണ്. നോക്ക്, പിന്നെ യേശുക്രിസ്തു പത്രോസ്ലീഹ യഹൂദന്മാരോട് പറഞ്ഞൊരു ഒരു വചനമുണ്ട്. അതായത്, പിറവിയിലെ മുടന്തനായിരിക്കുന്ന ഒരുവന് യോഹന്നാനും പത്രോസും കൂടെ അവരുടെ ആലയത്തിന്റെ മുമ്പിൽ നിന്ന് സൗഖ്യം കൊടുത്തു. അപ്പോൾ നോക്കി, സുന്ദരം എന്ന ദേവാലയത്തിന്റെ മുമ്പിൽ അവന് സൗഖ്യം കൊടുത്തു. പിറവിയിലെ ഇവൻ മുടന്തനാണ്, അവന് സൗഖ്യം കൊടുത്തത് വഴി യഹൂദന്മാർ ഇളകിയിരിക്കുകയാണ്. നോക്ക്, പിന്നെ കഷ്ടത്തിലായിരിക്കുന്ന ഒരു മനുഷ്യന് ആശ്വാസം കൊടുക്കുന്ന സുവിശേഷം നോക്ക് പ്രിയപ്പെട്ട, മതഭക്തരായിരിക്കുന്ന പുരോഹിതന്മാർക്ക് അങ്ങോട്ട് യോജിക്കുന്നില്ല. അവരുടെ മതഭക്തി പൊളിഞ്ഞു പോകുന്നു, അവരുടേതായിരിക്കുന്ന അധികാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഭയം പ്രിയപ്പെട്ടവരെ, കഷ്ടത്തിലും നഷ്ടത്തിലുമായിരിക്കുന്ന ഒരു മനുഷ്യനോടുള്ള ദൈവത്തിന്റെ ഹിതം വെളിപ്പെട്ടു വരുമ്പോഴേ, അത് രോഗമായിരിക്കാം, പാപമായിരിക്കാം, മറ്റനവധിയായിരിക്കുന്ന വിഷയങ്ങളാവാം, അവിടെ സുവിശേഷ നിമിത്തം ഒരു സൗഖ്യം വരുമ്പോൾ അന്നത്താണ് അവരെ പള്ളി പ്രശ്നമാക്കുന്നു. അവരേതാണ് പുരോഹിത വർഗവും ശാസ്ത്രിമാരും പുരോഹിതന്മാരും എല്ലാം ചേർന്ന് അങ്ങനെ സൗഖ്യം കൊടുത്തവരെ ക്രൂശിക്കുന്നു. ആ പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിന്റെ മുമ്പിലിരിക്കുമ്പോൾ പിറവിയിലെ മുടന്തനായിരുന്ന ഒരുവന് അവർ സൗഖ്യം കൊടുക്കുന്നതാണ് രംഗം. അവര് ആ വല്ലം കിട്ടുമെന്ന് വിചാരിച്ച് ഒരു യാചകൻ എപ്പോഴും നാണയത്തൂട്ടുകൾക്ക് വേണ്ടിയിട്ട് ആരുടെ മുമ്പിൽ കൈ നീട്ടുകയാണ്. നമ്മൾ കണ്ടു, കഴിഞ്ഞ ദിവസം ഒരു 4.5 ലക്ഷം രൂപ ഒരു യാചകന്റെ വണ്ടി ഇടിച്ചു മരിച്ചു. അവന്റെ പാണ്ടക്കെട്ട് തുറന്ന് പോലീസ് നോക്കിയപ്പോൾ 4.5 ലക്ഷം രൂപ കണ്ടു. അപ്പോഴും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി 1 രൂപയ്ക്ക് വേണ്ടി അവൻ കൈ നീട്ടി നടക്കുകയാണ്. ഇത്രയും സമ്പത്ത് കയ്യിലുണ്ടായിട്ടും അവന് സന്തോഷിപ്പാൻ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ നോക്ക്, പിന്നെ ഇവനും ഈ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന് മുമ്പിൽ ഭിക്ഷ യാചിപ്പാനായിട്ട് ഇരിക്കുമ്പോൾ പത്രോസും യോഹന്നാനും അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പോൾ ഇവരും പത്രോസും യോഹന്നാനും ഇവന് വല്ലതും കൊടുക്കുമെന്നുള്ള വിചാരത്തിൽ കൈ നീട്ടുമ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ പൊന്നും വെള്ളിയും ഒന്നുമില്ല, എന്നാൽ നസനായിരിക്കുന്ന യേശുക്രിസ്തു നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു. അവരുടെ ഉള്ളത്തിൽ ഉണ്ടായിരുന്നത് സമ്പത്തല്ല, പിന്നെയോ യേശുക്രിസ്തുവിന്റെ ആത്മാവാണ്. ആ ആത്മാവിലെ പിറവിയിലെ മുടന്തനായിരുന്ന അവന് സൗഖ്യം കൊടുത്തു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് അവിടെയുള്ള പുരോഹിതന്മാർക്ക് അത്ര രസിച്ചില്ല. അവരെല്ലാവരും കൂട്ടം കൂടി ഇവരെ തടവിലാക്കുകയും ഇവരെ തല്ലുകയും അവരെ ആ പീഡയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകുമ്പോഴേ പത്രോസ് അവരോട് എഴുന്നേറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിനെ നിഷേധിച്ചവരാണ് യഹൂദന്മാര്. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കൂടിന്റെ മൂലക്കല്ലായിട്ട് തീർന്ന കല്ല് ഇവൻ തന്നെ, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അവർ തല്ലുന്നു. എന്നിട്ട് പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ നാമം, ഈ യേശുവിന്റെ നാമം ഈ ദേശത്ത് പ്രസംഗിപ്പാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ തർജ്ജന ചെയ്ത് വിട്ടയക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു കാര്യം അവിടെ സംസാരിക്കുവാൻ വന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? പണ്ട് പീലാത്തോസിന്റെ മുമ്പിൽ യേശു
യേശുക്രിസ്തുവിനെ നിർത്തുമ്പോഴേ ആ യഹൂദ ജനം ഇവനെ കൊല്ലണം, ഇവനെ ക്രൂശിക്കണമെന്ന് നല്ല വിളിച്ചു. അപ്പോൾ എന്താണ്, അവസാനം ആ പീലാത്തോസ് പോലും ഭയപ്പെട്ടിട്ട് അവനെ രക്ഷിപ്പാൻ ആഗ്രഹിച്ചിട്ട് ഇതാ നിങ്ങളുടെ രാജാവ് നിങ്ങൾ തന്നെ ക്രൂശിച്ചുകൊള്ളുവെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും യഹൂദന്മാര് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് കൈസർ അല്ലാതെ മറ്റൊരു രാജാവില്ല, ഇവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞു. നോക്ക് പ്രിയപ്പെട്ടവരെ, ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ യഹൂദന്മാരുടെ രാജാവായിട്ട് അയക്കുമ്പോഴേ ആ യഹൂദന്മാര് അവനെ തള്ളിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കൈസർ അല്ലാതെ ഒരു രാജാവില്ല, ഇവൻ ആരെന്നാണ് ചോദിച്ചതിന്റെ അർത്ഥം. അതിന്റെ പരിണതഫലമായിട്ട് അതിൽ നിന്നും കൂടെ ഉരുത്തിരിഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ പത്രോസ് അവരോട് പറയുന്നത്. ആ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായിട്ട് തീർന്നിരിക്കുന്നു. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാജാവ് എന്ന് പറഞ്ഞ കൈസർക്ക് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. നിങ്ങൾ രാജാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോമൻ സാമ്രാജ്യത്തിന്റെ അധിപതിയായിരിക്കുന്ന കൈസർക്ക് ഒരിക്കലും നിങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. നിങ്ങളുടെ ഏകരക്ഷകൻ യേശുക്രിസ്തു മാത്രമാണ്. അവന്റെ നാമത്തിൽ അത്രേ ഈ രോഗസൗഖ്യം വന്നിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും, ഞാൻ അങ്ങനെ പോകുന്നില്ല, ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് അണികളായിട്ട് അവന്റെ പിന്നെ പോകുമ്പോഴേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കഠിനമായിരിക്കുന്ന ഹൃദയവേദനയുടെ നടുവില് നിങ്ങൾക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ, വീട്ടിലൊരു തകർച്ച വന്നു കഴിഞ്ഞാൽ സൗഖ്യം തരുവാൻ അവർക്ക് ആർക്കും കഴിയത്തില്ല. എന്നാൽ നിങ്ങളുടെ ഏകരക്ഷകനും ഏക കർത്താവും ഏക രാജാവുമായിട്ടിരിക്കുന്ന ഈ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ് നിങ്ങൾക്കാണ് അവൻ നമുക്ക് വേണ്ടി സ്വന്തം പ്രാണനെ തന്നിട്ടും ആ യേശുക്രിസ്തുവിനെ അംഗീകരിപ്പാൻ മനസ്സില്ലാതെ നമ്മൾ ഭൂമിയിൽ കണ്ണുകൊണ്ട് കാണുന്ന രാജാക്കന്മാർക്ക് പുറകെ ഓടിത്തീർക്കുകയാണ്. അതുകൊണ്ട് എന്താണ് അനന്തരഫലം? എന്താണ്? നിന്റെ ജീവിതത്തിൽ സമാധാനമില്ല, നിന്റെ ജീവിതത്തിൽ സൗഖ്യങ്ങളില്ല, നിന്റെ ജീവിതത്തിൽ പ്രത്യാശ എന്ന് പറയുന്ന അനുഭവമില്ല. ജനിച്ചു പോയല്ലോ എന്നും നേടുന്നില്ല. എന്നാൽ എന്താണ്, ഇനി മരണത്തിന് അങ്ങ് കീഴടങ്ങിയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. എന്റെ പ്രസംഗം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏക രാജാവായിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ തിരിക്കണം. അതെ, നിങ്ങൾ ക്രിസ്തീയ മതവിശ്വാസികളാണ് എന്നെ കേൾക്കുന്ന 95% ആൾക്കാർ, അത് സത്യം തന്നെ. പക്ഷെ നിങ്ങൾ യേശുക്രിസ്തുവിനെ ഇതേവരെ രാജാവായിട്ട് അംഗീകരിച്ചിട്ടില്ല. പണ്ട് പഴയ നിയമകാലത്തും ദൈവം തന്നെ അവരുടെ രാജാവായിട്ടിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. അപ്പോൾ നോക്കുവിന് ആ പഴയ നിയമകാലങ്ങളിലും ദൈവം തന്നെ രാജാവായിട്ട് ഇരിക്കണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷെ അവര് പറഞ്ഞു മറ്റു ജാതികളെ പോലെ ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം. അങ്ങനെ അവരെന്താണ്, ശൗൽ എന്ന് പറഞ്ഞ് ഒരുവനെ രാജാവായിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇവൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്താണ് ചുമടെടുക്കുവാനും നിങ്ങളുടെ ബാല്യകാർത്തികളെ ആ മറ്റ് ഇന്ന കാര്യങ്ങളിലേക്ക് തിരിക്കും, അവൻ എന്താണ് നിങ്ങളെ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു അത് സാരമില്ല, ഞങ്ങൾക്കൊരു രാജാവ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ശൗലിനെ കൊടുത്തു. ശൗലോ യഹൂദ രാജ്യത്തെ മുഴുവനും മുച്ചൂടും മുടിപ്പിച്ച് അവരുടെ എല്ലാമായിരിക്കുന്ന സ്വാതന്ത്ര്യങ്ങളെ നഷ്ടപ്പെടുത്തി ആ കണ്ണുകൊണ്ട് കാണുന്ന രാജാവ് അവർക്ക് എന്താണ് ദുഃഖഹേതുവായിട്ട് തീർന്നതുപോലെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആശ്വാസവും സമാധാനവും നൽകി തരുവാൻ കഴിയുന്ന ഈ ഏക കർത്താവിനെ, അതായത് നമ്മൾ തള്ളിക്കളഞ്ഞ ഇന്നവരെ തള്ളിക്കളഞ്ഞ ഈ യേശുക്രിസ്തു തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മൂലക്കല്ലായിട്ട് തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആകയാൽ നോക്കുവിന് ആ യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് രാജാവായിട്ടൊന്ന് വാഴിച്ചാലോ. പ്രിയപ്പെട്ടവരെ, ഇവൻ ഏക രാജാവായതുകൊണ്ട് മറ്റെല്ലാ രാജ്യത്വങ്ങളെ നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയണം. അതായത് ഭൂമിയിലെ നേതാക്കന്മാര്, പുരോഹിതന്മാരുടെ രൂപങ്ങളെ, ശുശ്രൂഷകള്, യേശുക്രിസ്തു എന്ന ആത്മാവല്ലാതെ മറ്റൊരാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ കുടിയിരുത്തിയിരിക്കുന്ന എല്ലാവിധമായിരിക്കുന്ന അനുഭവങ്ങൾക്ക് നമുക്കൊരു മാനസാന്തരം വേണം. കാരണം എന്താണ്, സ്വർഗത്തിൽ നമ്മുടെ ഏകരക്ഷകനായിട്ട് അയക്കപ്പെട്ടത് യേശുക്രിസ്തു മാത്രമാണ്. ആ യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു വ്യക്തിയെ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നില്ല. അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല, പക്ഷെ നമ്മൾ അനുവദിക്കുന്നുണ്ട്. നമ്മുടെ ഏകരക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ എന്താണ് മാറ്റിക്കളയോ അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുകയോ ചെയ്യാതെ കണ്ണുകൊണ്ട് കാണുന്ന ഭൂരാജാക്കന്മാരെയും കണ്ണുകൊണ്ട് കാണുന്ന ഭൂമിയിലെ കർത്താവിന് വിരുദ്ധമായിരിക്കുന്ന പുരോഹിതന്മാരുടെ ഇഷ്ടങ്ങളും ചെയ്തുകൊണ്ട് ഏകസത്യ ദൈവമായിരിക്കും നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും നമ്മൾ തള്ളിക്കളഞ്ഞ് ഈ ലോകത്തിൽ പാപികളായിട്ട് അവസാനം മരണത്തിന്റെ ഗഹുരങ്ങളിലേക്ക് നീതിയില്ലാത്തവരായിട്ട് പാപികളായിട്ട് ചത്തൊടുങ്ങി പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ എന്താണ് പ്രിയപ്പെട്ടവരെ, കഠിനമായിരിക്കുന്ന ന്യായവിധി കാത്തിരിക്കുകയാണ്. നിങ്ങൾ പലരും മരണസമയം എന്താണ് കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടെ കടന്നു പോവുകയാണ്. എന്താണ് ആ വേദന എന്നറിയാമോ? ശാരീരികമായിരിക്കുന്ന വേദനയ്ക്കപ്പുറം മരണഭയം എന്നൊരു ഭയം നിങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്നു. എന്താണ് ഈ മരണഭയത്തിന്റെ കാരണം എന്തെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷകനെ നിങ്ങൾ അറിഞ്ഞില്ല. ആ രക്ഷകനെ നിങ്ങളുടെ ഹൃദയത്തിൽ രാജാവായിട്ട് വാഴിച്ചതുമില്ല. അതായത് മരണത്തിന്റെ താഴ്വരയിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് യേശുക്രിസ്തു നിന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ഭയത്തിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പുരോഹിതന്മാരോ ക്രിസ്തീയ മതവിശ്വാസികളോ ആരുമായിക്കോട്ടെ, മരണത്തോട് അടുക്കും തോറും നിങ്ങളുടെ ഹൃദയം ഭയം കൊണ്ട് വിറയ്ക്കുന്ന
പറയുന്നതിന്റെ കാര്യം ഇതാണ്. പുറമേ നിങ്ങൾ ഭയം കാണിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ കഠിനമായിരിക്കുന്ന ഭീതിയിലാണ്. കാരണം എന്താണ്? ന്യായവിധി മുമ്പിൽ നിൽക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, പാപമോചനം നേടിയിട്ടില്ല. ഞാൻ ജനിച്ചത് പാപിയായിട്ടാണ്, ഇതാ മരിക്കുന്നതും പാപിയായിട്ടാണ്. എന്റെ അനവധി നിരവധിയായിരിക്കുന്ന പാപങ്ങളും ജന്മപാപങ്ങളും മായ്ക്കപ്പെടാതെ എന്റെ ഏകരക്ഷകനായിരിക്കുന്ന കർത്താവിനെ ഞാൻ അംഗീകരിക്കാതെ എന്നെ രക്ഷിപ്പാൻ കഴിയാത്ത ഈ ഭൂമിയിലെ വ്യക്തികളെ, മനുഷ്യരെ, മരിച്ച് കല്ലറയിലേക്ക് പുഴുവരിച്ചു പോകുന്ന ശരീരങ്ങളുള്ള വ്യക്തികളെ ഞങ്ങൾ എന്നാണ് ഇന്ന് വരെ സേവിച്ചു പോന്നു. അവരെ ഞങ്ങൾ രാജാക്കന്മാരായിട്ട് ഹൃദയത്തിൽ വാഴിച്ചു. അവർക്ക് വേണ്ടി ഞങ്ങൾ കൊടി പിടിച്ചു എന്ന് മാത്രമല്ല, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന വണ്ണം, അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് അപ്പോസ്തലന്മാര് ആ ദേശത്ത് പ്രസംഗിക്കുമ്പോൾ അവർക്ക് ഒന്നാമത് എതിർ നിന്നത് യഹൂദ പുരോഹിതന്മാരും റബ്ബിമാരുമാണ്. അതേ പ്രിയപ്പെട്ട, ഈ നാമം ഇവിടെ പ്രസംഗിക്കരുതെന്നാണ് ഇവിടെ പറഞ്ഞത്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവനെ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ള വചനത്തിനൊത്തവണ്ണം അവർ യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തു ആദ്യമായിട്ട് ഇറങ്ങി വന്നുവെങ്കിലും അവരുടെ രക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ പ്രസംഗിക്കരുത് എന്നാണ് അവരുടെ മതപുരോഹിതന്മാര് എല്ലായ്പ്പോഴും പ്രസംഗിച്ചുകൊണ്ട് അവരെ ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ പ്രിയപ്പെട്ട തെരുവോരങ്ങളിലും നിങ്ങളുടെ വീട്ടു വാതിക്കലും പ്രിയപ്പെട്ടവരെ ഉയർന്ന മലമുകളിലും ഒക്കെ നിന്ന് ഞങ്ങൾ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനുള്ള പാപമോചനം പ്രസംഗിക്കുമ്പോൾ ക്രിസ്തീയ മതപുരോഹിതന്മാർ പോലും നിങ്ങളെ നിഷേധിക്കുന്നു. ഇവിടെ പ്രസംഗിപ്പാൻ പാടില്ല, ഇങ്ങനെയുള്ളവരുടെ പ്രസംഗം കേൾപ്പാൻ കഴിയത്തില്ല. പരസ്യമായിട്ട് അവർക്ക് ഞങ്ങളെ എതിർക്കുവാൻ കഴിയാത്തത് കൊണ്ട് രഹസ്യമായിട്ട് നിങ്ങളോട് പറയുന്നു, ഇങ്ങനെയുള്ള സുവിശേഷം കേൾക്കല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ രക്ഷകനെ തള്ളിക്കളയുകയാണ് നിങ്ങൾ. എന്നാൽ നോക്കുവരും, ഞാൻ ഈ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്. ചെറിയ പ്രസംഗമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ലെന്ന് ഇതാ സ്ത്രീഹന്മാര് കൽപ്പിക്കുമ്പോൾ ഈ രക്ഷ എന്ന് പറഞ്ഞത് പാപമോചനമാണ്. മരിച്ചതിന് ശേഷമുള്ള നിത്യജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ, പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തോട് കൂടി നമുക്ക് ജീവിക്കണമെങ്കിൽ പ്രിയപ്പെട്ട പാപമോചനം ഭൂമിയിൽ വെച്ച് തന്നെ സാധ്യമാക്കി തീർക്കണം. ഞാനിങ്ങനെ തെരുവോരങ്ങളിൽ പ്രസംഗിച്ചിട്ട് അനേക വ്യക്തികളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കാറുണ്ട്. ഹിന്ദുക്കളോട് വ്യക്തിപരമായിട്ട് സുവിശേഷം പറയാറുണ്ട്. ക്രിസ്തീയ മതവിശ്വാസികളോട് വ്യക്തിപരമായിട്ട് സുവിശേഷം പറയാറുണ്ട്. മുസ്ലിം മതവിശ്വാസത്തിലുള്ളവരോട് ഞാൻ വ്യക്തിപരമായിട്ട് സുവിശേഷം പ്രസംഗിക്കാറുണ്ട്. അവരോടെല്ലാവരും പല കാര്യങ്ങളും പറയുമ്പോൾ പറയും, ഞങ്ങൾക്ക് ദൈവമുണ്ട്, ഞങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ദൈവമാണ് ഞങ്ങൾക്ക് ഇതെല്ലാം നൽകി തന്നത് എന്നൊക്കെ എല്ലാ ജാതി മതസ്ഥരും പറയാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ അവരോട് എല്ലാവരുടെയും വ്യക്തിപരമായിട്ട് ക്രിസ്തീയ മതവിശ്വാസികൾ ഉൾപ്പെടെ ചോദിക്കും, ആകട്ടെ നിങ്ങൾക്ക് പാപമോചനം കിട്ടിയോ? ചോദ്യം പറഞ്ഞു, അത് എവിടെ കിട്ടാനാണ്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഓരോ വാഗ്ദത്തം പാപമോചനമാണ്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അതായത് ഭൂമിയിലെ വസ്തുവകളെ കണ്ടുകൊണ്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നോ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കഥയുമില്ല. ദൈവമില്ലാത്തവർക്കും നിരീശ്വരവാദികൾക്കും യേശുക്രിസ്തുവിനെ ദുഷിക്കുന്നവരും പ്രാകുന്നവരും പോലും ഭൂമിയിൽ സമ്പന്നന്മാരാണ്. അവർ ഭൂമിയിൽ അനവധി നിരവധിയായിരിക്കുന്ന സന്തോഷം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പാപമോചനം എവിടെയെന്ന് എല്ലാ ജാതി മതസ്ഥരും വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ ചോദിക്കും, പാപമോചനം എവിടെ കിട്ടുന്നു? പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ മതവിശ്വാസികൾ കഴിഞ്ഞ ദിവസം കുട്ടനാടിന്റെ ദേശങ്ങളിലേക്ക് കടന്നുപോയി പ്രസംഗിക്കുമ്പോൾ അവിടെ കത്തോലിക്ക മെജോറിറ്റിയാണ്. കത്തോലിക്ക മതവിശ്വാസത്തിലായിരിക്കുന്ന അനേകരോട് ഞാൻ ചോദിച്ചു, പാപമോചനം കിട്ടിയോ? അവര് പറഞ്ഞു, കുഞ്ഞെ, പാപമോചനം എന്നൊരു കാര്യം പോലും ഞാൻ കേട്ടിട്ടില്ല, അത് കിട്ടിയിട്ടുമില്ല. പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകളായിട്ട് നിങ്ങൾ അനുവർത്തിച്ചു വന്ന ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് പാപമോചനം ലഭിച്ചിട്ടില്ലല്ലോ. നിങ്ങളുടെ പുരോഹിതന്മാർ പാപമോചനത്തെ പറ്റി നിങ്ങളോട് പ്രസംഗിക്കാറുമില്ലല്ലോ. എന്നാൽ പ്രിയപ്പെട്ടവരെ, കള്ള് കുടിക്കല്ലെന്ന് പറയുന്നതല്ല സുവിശേഷം. പാപമോചനം അതെങ്ങനെ സാധ്യമാക്കും? അതിനെ വീണ്ടും എടുത്തു പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് മാനസാന്തരപ്പെടുവാൻ കഴിവുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പ്രസംഗിച്ചതുപോലെ ഭൂരാജാക്കന്മാരെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റം ചെയ്തിട്ട്, ദൈവം തള്ളിക്കളഞ്ഞ പൗരോഹിത്യങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ തള്ളിക്കളഞ്ഞിട്ട്, നിങ്ങളുടെ പാരമ്പര്യങ്ങളെ ഹൃദയത്തിൽ തള്ളിക്കളഞ്ഞിട്ട്, ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ നിന്റെ പാപപരിഹാര ബലിയായിട്ട് നിനക്ക് പകരക്കാരനായിട്ട് മരിച്ചുവെങ്കിലും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്ന ഈ യേശു ക്രിസ്തുവിനെ ഏക രക്ഷകനും ഏക കർത്താവും ഏക ദൈവമായിട്ട് ഹൃദയത്തിൽ ഒന്ന് അംഗീകരിപ്പാൻ നിനക്ക് മനസ്സില്ലാത്തത് എന്ത്? അവനെ പൂർണ്ണ ഹൃദയത്തോടെ നിനക്കൊന്ന് അംഗീകരിപ്പാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അതായത് പ്രിയപ്പെട്ട മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ, ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ പഴയകാല ജീവിതത്തിൽ നമ്മൾ ആരാധിച്ചു വന്നിരിക്കുന്ന എല്ലാ ആരാധനാക്രമങ്ങളും തള്ളിക്കളഞ്ഞ് യേശുക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ ഏക കർത്താവും രാജാവുമായിട്ട് വാഴിക്കണം. അതാണ് യഹൂദന്മാരെ പറ്റി ദൈവം ആഗ്രഹിച്ചത്. യഹൂദന്മാരുടെ രാജാവിനെ നിങ്ങളുടെ രാജാവിനെ നിങ്ങൾ തന്നെ ക്രൂശിച്ചുകൊള്ളുമെന്ന് പീലാത്തോസ് പറഞ്ഞപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾക്ക് കൈസർ അല്ലാതെ ഒരു രാജാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട, നിങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ കൈസർമാരെ നിങ്ങൾ നീക്കം ചെയ്യണം. എന്നിട്ട് യേശുക്രിസ്തുവിനെ നിങ്ങൾ ഏക രാജാവായിട്ട് ഹൃദയത്തിൽ വാഴിക്കണം. അവൻ മാത്രമാണ് നിങ്ങളുടെ രാജാവെങ്കിൽ അവന്റെ മുമ്പിലല്ലാതെ മറ്റൊരാളുടെ മുമ്പിൽ നിങ്ങൾ വണങ്ങത്തില്ല. അവന്റെ മുമ്പിലല്ലാതെ മറ്റൊരാളുടെ മുമ്പിൽ നിങ്ങൾ തലകളെ വണങ്ങത്തില്ല. അവന്റെ പാദപീഠത്തിൽ ഇരുന്നല്ലാതെ നിങ്ങൾ മറ്റൊന്നും കേൾപ്പാൻ ആഗ്രഹിക്കുന്നതുമില്ല. ഞാൻ പറഞ്ഞ നിങ്ങളുടെ വ്യർത്ഥമായിരിക്കുന്ന പാഴിന് ശൂന്യമായിരിക്കുന്ന അന്യ ആരാധനകളെ പറ്റിയാണ്. യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റേതെങ്കിലും വ്യക്തികളെ നിങ്ങൾ ആരാധിക്കുന്നുവെങ്കിൽ, മറ്റേതെങ്കിലും വ്യക്തികളുടെ മുമ്പിൽ നിങ്ങൾ തലകുനിക്കുന്നുവെങ്കിൽ, മറ്റാരുടെയെങ്കിലും
ഉപദേശങ്ങൾ നിങ്ങൾ ഇവന്റെ ഉപദേശത്തെക്കാൾ വലുതായിട്ട് അംഗീകരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അതിനെ തള്ളിക്കളയുക എന്നുള്ളതാണ് മാനസാന്തരത്തിന്റെ ഉദ്ദേശം. എന്ന് മാത്രമല്ല, യേശുക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിൽ രാജാവായിട്ട് വാഴിക്കണം. അപ്പോഴാണ് രാജാവ് കൽപ്പിക്കുന്നത് പിന്നെ ചെയ്യുവാൻ എളുപ്പമല്ലയോ? അവൻ പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ആ മഹാരാജാവ് നമ്മളോട് കൽപ്പിക്കുകയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ നിങ്ങൾ രാജാവായിട്ട് അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഈ വചനത്തെ നിങ്ങൾ അംഗീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലാത്തത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് നിങ്ങൾ മറ്റ് കൽപ്പനകളെ അംഗീകരിക്കുന്നതും ഈ കൽപ്പനകളെ തള്ളിക്കളയുന്നതിന്റെ കാര്യം എന്താണ്? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്നുള്ള ഈ രാജാവിന്റെ കൽപ്പനയെ നിങ്ങൾ നിഷേധിക്കുന്നത് എന്തെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ അനേക രാജാക്കന്മാരുണ്ട്, അനേക കൈസർമാർ നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഏക രാജാവിന്റെ, നിങ്ങളുടെ ഏക രക്ഷകനെ തള്ളിക്കളയുവാൻ ഒരു മടിയും ഇല്ലാതെയായിരിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വിശുദ്ധീകരിപ്പിന് അവന്റെ കൽപ്പനയായിരിക്കുന്ന, ഒന്നാമത്തെ കൽപ്പനയായിരിക്കുന്ന ആ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നുള്ള വചനത്തിലേക്ക് കടന്നു വന്ന് വിശ്വാസത്തിന് ശേഷം യേശുക്രിസ്തുവിന്റെ കൂടെ ക്രൂശിൽ പാപസംബന്ധമായിട്ട് മരിക്കേണ്ടതിന്, ആദമ്യ പാപത്തിന് മരിക്കുന്നത് ഈ സ്നാനത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ആദമിന്റെ പിതൃത്വം മാറി ദൈവത്തിന്റെ മകനും വിശുദ്ധനുമായിട്ട് തീരുന്നത് ഈ സ്നാനത്തിലാണ്. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ മാനസാന്തരപ്പെടണം. അങ്ങനെ സ്നാനമേൽക്കുമ്പോൾ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരും. ഈ പരിശുദ്ധാത്മാവാണല്ലോ യേശുക്രിസ്തുവിനെ കല്ലറിൽ നിന്ന് ഉയർപ്പിച്ചത്. അതേ പ്രിയപ്പെട്ട ഈ പരിശുദ്ധാത്മാവിടെ പ്രിയപ്പെട്ട നമ്മളെ നീതിയിലേക്ക് നടത്തുന്നത്. കള്ളുകുടിയനോട് മോനെ കള്ളു കുടിക്കല്ലെന്ന് പറഞ്ഞാൽ അവൻ എന്ത് തോന്നും? അവൻ പറയും, എനിക്ക് അറിയാം സഹോദര, ഇത് എനിക്ക് അറിയാം ഉപദേശി, കള്ളു കുടിക്കല്ലെന്ന്. പ്രിയപ്പെട്ട കള്ളുകുടിയന്മാരോട് കള്ളു കുടിക്കരുത് ഞാൻ ഒരു വാക്ക് പറയത്തില്ല. കാരണം എന്താണ്? അവൻ എന്താണ് മത്തത ഉണ്ടാകണം, അവന്റെ എന്താണ് തലച്ചോറിൽ എന്താണ് ഒരു സന്തോഷം ഉണ്ടാകണം, അതിനുവേണ്ടി കള്ളു കുടിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനേക്കാളും വലിയൊരു സന്തോഷമുണ്ട് ആത്മാവിനെ പാനം ചെയ്താലും. അല്ലയോ മദ്യപാനികളായിരിക്കുന്നവരെ, കേൾക്കുന്നവരെ, നിങ്ങൾ എന്താണ്, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പാനം ചെയ്യുന്നുവെങ്കിൽ ആ യേശുക്രിസ്തുവിന്റെ ആത്മാവിൽ നിങ്ങൾക്കൊരു മത്തത ഉണ്ടാകും. ആ മത്തതയല്ലയോ ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നത്? ഒരുവൻ കള്ളു കുടിച്ച് സുബോധം നഷ്ടപ്പെട്ട് തെരുവോരങ്ങൾ ചീത്ത പറയുന്നു. അതിന്റെ കാര്യം എന്താണ്? അവൻ സുബോധം പോയി. പ്രിയപ്പെട്ടവരെ, അവൻ എന്താണ്? അവനൊരു ഒരു 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 മത്തതയിലാണ്. എന്നാൽ പ്രിയപ്പെട്ട ഞാനോ ആത്മാവിനെ പാനം ചെയ്ത്, യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ ഒരു പോഷനെ പോലെ നിൽക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, അവൻ എന്റെ ഏകരക്ഷകനും ഏക കർത്താവും ദൈവമായിട്ട് ഞാൻ അംഗീകരിച്ചു. അവൻ എന്റെ വീണ്ടെടുപ്പുകാരനാണ്, അവൻ എന്റെ സത്യദൈവമാണ്. അവന്റെ വരവിന് വേണ്ടി കാത്തിരുന്നു കൊണ്ട് ലോകത്തിൽ കഷ്ടങ്ങളും നിന്ദകളും ഏറ്റുകൊണ്ട് ആ യേശുക്രിസ്തുവിന്റെ വരവിൽ ഞങ്ങൾക്കായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി പാപമോചനം ലഭിച്ചിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അല്ലാതെ പാപമോചനം ലഭിക്കുവാൻ വേണ്ടിയിട്ടല്ല പ്രിയപ്പെട്ടവർ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അപ്പോസ്തലന്മാരെല്ലാവരും പാപമോചനം ലഭിച്ചിട്ടാണ് കർത്താവിന് വേണ്ടി സാക്ഷീകരിക്കപ്പെട്ടത്. ആ അന്നത്തെ റോമാ സഭ മുതലുള്ള എല്ലാ സഭകളും പാപമോചനം നേടിയവരാണ്. അവരുടെ കുറവുകളെ പരിഹരിപ്പാനും യേശുക്രിസ്തുവിന്റെ മഹത്വം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനും സ്ത്രീഹന്മാർ മുഖാന്തരം ദൈവം തന്റെ ഉറവുകളെ തുറന്നു കൊടുത്തതാണ് ലേഖനങ്ങളും പരമ്പരകളും. ആകിയാൽ പ്രിയപ്പെട്ടവരെ, ഉന്നത ഭാവങ്ങളെ താഴ്ത്തി നഗളഹൃദയങ്ങളെ താഴ്ത്തി, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭൂമിയിലുള്ള മരിച്ചു പോകുന്ന മനുഷ്യരെ രാജ്യത്വങ്ങളെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളഞ്ഞ് ആകാശത്തിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ കോട്ടകളിൽ വ്യാപരിക്കുന്ന ദുഷ്ട ശക്തികളെ നിങ്ങളുടെ ഹൃദയത്തിൽ രാജ്യത്തിൽ നിന്ന് പറിച്ചു കളഞ്ഞ് ഈ വെളിച്ചത്തിന്റെ ഉറവിടവും ഉടയവനുമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ദൈവമായിട്ട് രാജാവായിട്ട് ഹൃദയത്തിൽ വാഴിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് ആ രാജാവ് നിങ്ങൾക്ക് ആ നീതിയുള്ള, അല്ലെങ്കിൽ എന്താണ്, ജയിക്കുന്നവർക്ക് ഞാൻ ജീവത്തിന്റെ കിരീടം കൊടുക്കുമെന്നുള്ള വാഗ്ദത്ത പ്രകാരം അവന്റെ മുമ്പിൽ കണക്ക് തീർക്കുന്ന ആളിൽ ആ ജീവകിരീടം പ്രാപിച്ച് നിത്യ സന്തോഷത്തിലേക്ക് ഉല്ലസിച്ചുകൊള്ളുമെന്ന് ഘോഷിച്ചുകൊണ്ട് ഈ ചെറിയ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്. വിശ്വസിക്കുന്ന ഏവരെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ.